ആരംഭിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ആയ ശ്രീ വി ടി ഷാജിൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കുടുംബജോലി MLA ശ്രീ സേനാപതി വേണു സാർ, ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് ഇവിടെയുള്ള ബഹുമാനരായ ജനപ്രതിനിധികളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, കൂടുതൽ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. നമ്മുടെ കേരള പോലീസിൻ്റെ, കേരള സർക്കാരിൻ്റെ വളരെ ബൃഹത്തായ മഹത്തരമായൊരു പ്രോഗ്രാമാണ് ലഹരിക്കെതിരെയുള്ള ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന പരിപാടി. അതുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തുടനീളം ബോധവൽക്കരണ പരിപാടികളും അതിൻ്റെ എതിരായ ആ കേസുകൾ പിടിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി നെടുങ്കണ്ടം പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടി ഇന്ന് നടത്തുന്ന ഒരു ബോധവൽക്കരണ റാലിയാണിത്. അതായത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റ് ബഹുമാനരായ ജനപ്രതിനിധികൾ എല്ലാവരും ഇവിടെയുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരണീയനായ ഉടുമ്പൻചോല MLA അവരെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ DYSP ശ്രീ VT ഷാജൻ, ഏറെ ബഹുമാനായ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഷിഹാബുദ്ദീൻ ഈട്ടിക്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ബഹുമാന്യായ മിനി പ്രിൻസ്, ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്യാമള വിശ്വനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ KR രാമചന്ദ്രൻ, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ബിന്ദു ജയകുമാർ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയപ്പെട്ട ശ്രീ രാജേഷ് അമ്പഴത്തിനാൽ, ഇവിടെ സന്നിഹിതനായിരിക്കുന്ന നെടുങ്കണ്ടം പോലീസ് നമ്മുടെ SI ശ്രീ ലിജോ പി മാണി, ബഹുമാന്യരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, SPCയുടെ കേഡർമാർ, NCC വളണ്ടിയർമാർ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൻ്റെയും കേരള പോലീസിൻ്റെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ ഈ പരിപാടി ലഹരിക്കെതിരെയുള്ള ഓട്ടം, അതിൻ്റെ അവസാനമായി ഒരു മത്സരാധിഷ്ഠിതമായി ഗോൾ അടിച്ചുകൊണ്ട് കുട്ടികൾക്ക് സമ്മാനം നൽകുന്ന ഒരു പ്രതീകാത്മകമായ പരിപാടിയാണ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ DYSP സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തെ ഇന്ന് കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ദുരന്തമായി ഈ മയക്കുമരുന്നുകൾ മാറിയിരിക്കുന്നു. പണ്ടൊക്കെ ചെറിയ രീതിയിൽ വല്ല കഞ്ചാവോ അല്ലെങ്കിൽ ഒരു പുകയോ ഒക്കെ എടുക്കുന്നത് ഇന്നത് MDMA പോലുള്ള, ചരസ് പോലുള്ള മാരകമായ ലഹരി വസ്തുക്കളിലേക്ക് മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മുൻ എക്സൈസ് കമ്മീഷണർ ശ്രീ ഋഷിരാജ് സിംഗിൻ്റെ ഒരു ലേഖനം ഒരു പത്രത്തിലുണ്ടായിരുന്നു. കേരളത്തിലെ ഏതാണ്ട് 1800ഓളം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ചെറിയ തോതിലെങ്കിലും ലഹരി മാഫിയയുടെ പിടിയിലായി. ചില സ്കൂളുകൾ വല്ലാത്ത രീതിയിൽ, ഇടുക്കിയിൽ അത്തരം സ്കൂളുകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും ലഹരിയെ സമ്പൂർണമായി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി വലിയ ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ബഹുമാന്യായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ലഹരി മാഫിയയുടെ വേരറക്കും, ഒരു സംശയവും വേണ്ട. അതുതന്നെയാണ് ഇവിടെയും ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, 5 10 അല്ലെങ്കിൽ 25 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചാൽ അത് ജാമ്യം കിട്ടുന്ന കേസാണ്, അതുകൊണ്ട് എന്തുമാകാം. 5 ഗ്രാം കഞ്ചാവ് അത് 5 കിലോയിൽ നിന്നോ 10 കിലോയിൽ നിന്നോ വന്നതാണ്. അവിടെ മുതൽ തുടങ്ങുമ്പോൾ 5 ഗ്രാംകാരൻ ഉൾപ്പെടെ എല്ലാവരും ജയിലിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിർത്തി കടന്ന് ഇന്നിപ്പോൾ ഒരു മാഫിയ സംഘത്തെ ഇവിടെ പിടിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് കേൾക്കുന്നത്. അതിർത്തി കടന്ന്, പ്രത്യേകിച്ച് കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ്, ബോഡിമെട്ട് ചെക്ക് പോസ്റ്റുകളൊക്കെ നിൽക്കുന്നത് കൊണ്ട് അതിർത്തി കടന്ന് ലഹരി മാഫിയ സംഘം ഈ സാധനം, ലഹരി സംഘം കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ അതിന് അടിമകളാക്കുന്ന ഒരു സാഹചര്യം. എനിക്ക് SPC കേഡർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ സ്കൂളിലെ വാച്ച് ഡോഗ് ആകണം. നിങ്ങളുടെ കൺട്രോളിലായിരിക്കണം സ്കൂൾ മുഴുവൻ. ആ സ്കൂളിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾ അറിയണം. ഒരാൾ പോലും നിങ്ങളുടെ നിരീക്ഷണത്തിന് വെളിയിൽ പോകാൻ പാടില്ല. ആരെങ്കിലും സംശയാസ്പദമായ രീതിയിൽ ഒരു പെരുമാറ്റം ഉണ്ടായാൽ പോലും
SPCയിലെ കേഡറ്റുമാർ നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കണം, സ്കൂളിലെ നിങ്ങളുടെ സീനിയേഴ്സ്, നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സീനിയർ ഓഫീസർമാരെ അറിയിക്കണം. നമുക്ക് അവിടെ നിന്ന് തുടങ്ങണം. എവിടെ നിന്നാണോ ലഹരി എത്തുന്നത്, ആ എത്തുന്ന സോഴ്സ് സമ്പൂർണ്ണമായിട്ട് തടഞ്ഞുകൊണ്ട് നമ്മുടെ തലമുറയുടെ ലഹരി വായനയും പഠനവുമായി മാറണം. അതല്ലാതെ മറ്റൊരു ലഹരിയും അവർക്കുണ്ടാകാൻ പാടില്ല. ഞാൻ ആശ്വാസകരമായ ഒരു കാഴ്ച ഇവിടെ കാണുന്നു. രാത്രി 12 മണിക്ക് കുട്ടികൾ ഇത് വലിച്ചു കെട്ടുമ്പോൾ എന്നോട് ചോദിച്ചു, ഇതിന് വല്ല കുഴപ്പമുണ്ട്? ഞാൻ പറഞ്ഞു, നിയമവിരുദ്ധമാണ്, എന്നാലും നിങ്ങൾ കെട്ടിക്കോ. കാരണം 12 മണിക്ക് നടക്കുന്ന ഫുട്ബോൾ മത്സരം കാണാൻ അതിനെ ഒരു ലഹരിയാക്കി മാറ്റിയ ആ ചെറുപ്പക്കാരോട് നമുക്കതേ പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, കായിക വിനോദത്തെ ലഹരിയാക്കണം, പഠനത്തെ ലഹരിയാക്കണം. ഇന്നലെ വായനാ ദിനമായിരുന്നു. PN പണിക്കർ സാറിന്റെ ജന്മദിനമായ ഇന്നലെ വായനാ ദിനമാണ്. എല്ലാ കുട്ടികളും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ വായിക്കുക, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക, ഫുട്ബോൾ മത്സരങ്ങൾ കാണുക, മത്സരങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകുക. അങ്ങനെ ജീവിതത്തെ ഒരു ലഹരിയാക്കി മാറ്റുക. അതല്ലാതെ മറ്റൊരു ലഹരിയിലേക്കും നിങ്ങൾ പോകരുത് എന്നാണ് കുട്ടികളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ മാതാപിതാക്കളോടുമുള്ള അഭ്യർത്ഥന, അവരെ കളിക്കാനായി വിടുക. അവർ സ്കൂളുകളിൽ പോകട്ടെ, ടർഫുകളിൽ പോകട്ടെ, അവർ കളിക്കാനായിട്ട് പോകട്ടെ. അത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറട്ടെ. അപ്പൊ കായിക വിനോദങ്ങളും അല്ലാത്ത വിനോദങ്ങളും ഒക്കെ കുട്ടികളുടെ ലഹരിയായി മാറട്ടെ. നമുക്ക് ഈ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഈ MDMA പോലുള്ള, ചരസ് പോലുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നതും ഏതെങ്കിലും ഒരു കുട്ടി അതിനടിമയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായ അതിൻ്റെയൊക്കെ ദുരന്തങ്ങൾ നമ്മൾ കാണുന്നു. മാതാപിതാക്കളെ ആക്രമിക്കുന്നു, മാരകമായ രീതിയിൽ അവരെ പരിക്കേൽപ്പിക്കുന്നു, അവരോട് അപമര്യാദയായി പെരുമാറുന്നു. എന്തെല്ലാം ദുരന്തങ്ങളാണ് സമൂഹത്തിൽ ഈ മദ്യവും ലഹരി മരുന്നുകളും വരുത്തി വയ്ക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നിത്യജീവിതത്തിൽ ചുറ്റും കാണുന്ന കാഴ്ചകളിൽ നിന്ന് നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് ലഹരി നമുക്ക് വേണ്ട, ഡ്രഗ്സ് നമുക്ക് വേണ്ട. ഇതിനെ ഒഴിവാക്കണം, ഇതിനെ ഇല്ലായ്മ ചെയ്യണം. അതിനുവേണ്ടി പ്രതിജ്ഞാബദ്ധമായ ഒരു ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്ത് ഭരിക്കുന്നു. ആ ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ തുഫാൻ. തുഫാൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ്. ഈ കൊടുങ്കാറ്റ് ഈ മാഫിയക്കെതിരെ ആഞ്ഞടിക്കുക. ഇനി എക്സൈസിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തണ്ടർ എന്ന് പറഞ്ഞാൽ ഇടിവെട്ട് എന്ന് പറയുന്ന പരിപാടി കൂടി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുകയാണ്. അപ്പൊ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യം അടുത്ത ഒരു 4-5 മാസം കൊണ്ട് ഈ ലഹരി മാഫിയെ സമ്പൂർണമായി കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം. അതോടൊപ്പം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നോ അന്യ നാടുകളിൽ നിന്നോ ഇങ്ങോട്ടേക്ക് ലഹരി കടത്തുന്ന കൊണ്ടുവരുന്ന സംഘങ്ങളെ മുഴുവൻ അടിച്ചമർത്തി അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും അതോടൊപ്പം ആരെങ്കിലും അറിയാതെ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പുനരധിവസിപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ലഹരിയുടെ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ള ആളുകളെ അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ ദൗത്യത്തിന്റെ ഭാഗമാണ് ഗോളടിക്കൂ സമ്മാനം നേടൂ എന്ന ഈ പദ്ധതിയുടെ സന്ദേശം. ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും പൊതുസമൂഹത്തെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും SPCയുടെയും NCCയുടെയും ഇതര സന്നദ്ധ സംഘടനയുടെ ഒക്കെ പ്രതിനിധികളെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ പരിപാടിയുടെ പ്രചരണത്തിന് ഇവിടെ എത്തിയിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളെ അഭിവാദ്യം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ക്യാമ്പസുകളെ സമ്പൂർണ്ണമായി ലഹരി വിമുക്തമാക്കാനുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ പരിപാടിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കാലാവസ്ഥ പ്രതികൂലമായ ഇത്രയും ഈ വെയിലത്ത് എത്തി നിൽക്കുന്ന നിങ്ങളുടെ സമയം ഞാൻ അപഹരിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ കൂട്ടയോട്ടം ഈ പരിപാടി ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ആശംസകൾ പറയുവാനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലഹരിയെ തുരത്തി നാട് ശുദ്ധമാക്കിടാം. പുതിയ പുലരി
ശ്രദ്ധയ്ക്ക്. നമ്മുടെ നാടിന്റെ ഭാവി നമ്മുടെ യുവതയിലാണ്. ലഹരി എന്ന മാരകവിഷം ആ ഭാവിയെ തകർക്കുകയാണ്. ലഹരിയുടെ കെണിയിൽ വീണാൽ ജീവിതവും കുടുംബവും കരിയറും ആരോഗ്യവും നഷ്ടപ്പെടും. നമ്മുടെ നാളെയുടെ പ്രതീക്ഷയായ യുവതലമുറയെ കാത്തുരക്ഷിക്കാൻ ലഹരി മാഫിയക്കെതിരെ നമ്മൾ ഒരു ജനകീയ പ്രതിരോധം തീർക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ, ദി നർക്കോ ഹണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റാതിരിക്കാൻ, വീടുകളിൽ കണ്ണീര് വീഴാതിരിക്കാൻ നാം ഓരോരുത്തരും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഒളിഞ്ഞിരിക്കുന്ന ലഹരിയുടെ കെണികളെ തിരിച്ചറിയുക, അവയ്ക്കെതിരെ ശബ്ദമുയർത്തുക. വേണ്ട എന്ന് ലഹരിയോട് ഉറക്കി പറയുക. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കുക. പ്രശ്നമുണ്ടെങ്കിൽ മാതാപിതാക്കളോടോ അധ്യാപകരോടോ മനസ്സ് തുറക്കുക. സഹായം ആവശ്യമെങ്കിൽ ലഹരി വിമുക്ത കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുക. ലഹരിയില്ലാത്ത ജീവിതമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഓപ്പറേഷൻ തുഫാൻ ബോധവൽക്കരണ പരിപാടികളിൽ ഏവരും പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ലഹരി മുക്തമായ ഒരു നാട് പടുത്തുയർത്താം. ലഹരി